ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏട്ടൻ എന്താ ആലോചിക്കുന്നേ? മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് നിനക്ക് സങ്കല്പങ്ങളൊന്നുമില്ലേ? കുഞ്ഞ് പറക്കുന്നതിന് മുമ്പ് അമിതമായ സങ്കല്പങ്ങളൊന്നും പാടില്ലെന്നാ അച്ഛമ്മ പറയുന്നേ. എന്താ ഈ പൊതിച്ചോറ് തന്നാ വാങ്ങുവോ? എന്റെ ഈ കുറച്ച് പൊതിച്ചോറുണ്ട്, 40 രൂപ വെച്ച് തന്നാ മതി. എന്റെ കയ്യിലെ പൊതിച്ചോറെ വാങ്ങാൻ ആളില്ല. അപ്പോഴോ താൻ പൊതിച്ചോറും കൊണ്ടുവരുന്നേ? വിരോധമില്ലെങ്കിൽ ഞാൻ ഇതിവിടെ വെച്ചൊന്ന് വിറ്റോട്ടെ. ഇവിടെ വരുന്നവരെ സ്ഥിരമായിട്ട് എന്റെ കയ്യിൽ നിന്ന് പൊതിച്ചോറ് വാങ്ങുന്നവരാ. പൊതിച്ചോറ് വിൽക്കാനുണ്ടെങ്കിലേ വേറെ ഏരിയ നോക്ക്. ഇവിടെ വിൽക്കാനൊന്നും പറ്റില്ല. പോയേ. ഊണേ പൊതിച്ചോറ് പൊതിച്ചോറേ. സാറേ ഊണ് വേണോ? 60 രൂപയുള്ളൂ. വീട്ടിലെ ഊണാ സാറേ. 60 രൂപയുള്ളൂ സാറേ. ഒന്ന് വാങ്ങ സാറേ. സാറേ അമ്മേ ദേവി വരദായിനി, എന്റെ കുഞ്ഞിന് മംഗല്യയോഗം ഉണ്ടാവണേ. മനസ്സിന് ശക്തി കൊടുക്കണേ ഭഗവതി. കാവൽ ദൈവങ്ങളെ, എന്റെ മോന് എപ്പോഴും കാവലുണ്ടാവണേ ഭഗവതി. എന്താ എന്താ മോനെ, നിനക്കെന്തൊരു വിഷമം പോലെ? അതെ, പെണ്ണ് കാണാൻ പോകുമ്പോഴേ ഈ ഡ്രസ്സിംഗ് മാത്രം സ്മാർട്ടായി പോരാ. ഈ മുഖവും മനസ്സും അതിലേറെ ഫ്രഷ് ആയിരിക്കണം. ഇതൊക്കെ മതിയമ്മേ. ദേ നോക്ക്, എന്റെ സുന്ദരൻ മോനാ നീ. നീ ഇങ്ങനെ വാലാ കോലാന്ന് പോയിട്ട് നിന്നെ കാണാൻ കൊള്ളില്ലെന്ന് ആ പെണ്ണുങ്ങാനും പറഞ്ഞ നിന്റെ ഇത്ര സുന്ദരിയായ അമ്മ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. സത്യം പറയലമ്മേ, എനിക്ക് പെണ്ണ് കാണാൻ പോകുന്നതിനോട് ഒരു താല്പര്യമില്ല. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതുമാണ്. അല്ല പിന്നെ നീ വിവാഹത്തിന് സമ്മതിച്ചതോ? ദേ, പെണ്ണിന്റെ അച്ഛനും നിന്റെ അച്ഛനും തമ്മില് സംസാരിച്ച എല്ലാം ധാരണയാക്കിയതാ. അല്ല, മാന്യന്മാരെ തമ്മിൽ പറഞ്ഞ കാര്യത്തിന് നീ ആയിട്ടൊരു മാറ്റവും വരുത്തരുത്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അമ്മയുടെ ഭർത്താവ് മാത്രമേ ഉള്ളൂ മാന്യൻ. മോൻ മാന്യനല്ലേ? അയ്യോ മോനെ, അമ്മ അങ്ങനെ പറഞ്ഞതല്ലടാ. കൊള്ളാലോ, അഴകിയ രാവണനെ പോലെയുണ്ട്. അല്ല, പെണ്ണാണാൻ പോകുന്നത് അച്ഛനാണോ മോനാണോ? കളിയാക്കണ്ട സംഗീതേ. ഞാനിപ്പോ ഡൈ ഒക്കെ ചെയ്ത് പുതിയ വേഷമൊക്കെ ഇട്ട് വന്ന ഒരു പെണ്ണ് എന്നെ വേണ്ടാന്ന് പറയില്ല. ചെന്ന് നിന്നുകൂടെ, പെമ്പിള്ളേരെ അടിച്ച് ഷേപ്പ് മാറ്റും. അസൂയ അസൂയ ഇല്ലടാ. ഇവൻ പെണ്ണ് കാണാൻ പോകുന്നിടത്ത് തന്നെ എന്റെ ഒരു കൂട്ടുകാരോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവൻ പെണ്ണിനോട് സംസാരിക്കുമ്പോ ഞാൻ അവനോട് സംസാരിക്കാം. ആ അമ്മേ, നമുക്ക് ഇറങ്ങാൻ പോനെ. ശരിയടി. അമ്മേ ഭഗവതി, ഒരു മരുമോള് വലത് കാല് വെച്ച് കയറി വരാനുള്ള നല്ലൊരു യാത്രയാവണേ ഭഗവതി. ദേവി, പൊതിച്ചോറ് പൊതിച്ചോറ്, വീട്ടിലെ ഊണാണ്, വീട്ടിലെ ഊണ്. വെറും 40 രൂപ മാത്രം. പൊതിച്ചോറ് പൊതിച്ചോറ് പൊതിച്ചോറ്, വീട്ടിലുണ്ടാക്കിയതാ പൊതിച്ചോറ്. പൊതിച്ചോറ് പൊതിച്ചോറ്, വീട്ടിലുണ്ടാക്കിയ പൊതിച്ചോറാ പൊതിച്ചോറ്.
വീട്ടിലുണ്ടാക്കിയ ഊണ്. പൊതിച്ചോറ് പൊതിച്ചോറ് പൊതിച്ചോറ്. വീട്ടിലുണ്ടാക്കിയ ഊണാണ്. വീട്ടിലുണ്ടാക്കിയ ഊണ്. അപ്പോ ഇതാണ് പരിപാടി. ശരിയാക്കി തരാം. 40 രൂപ 40 രൂപ. പൊതിച്ചോറ്. വീട്ടിലെ ഊണാണ്. വീട്ടിലെ ഊണ്. വീട്ടിലുണ്ടാക്കിയ ഊണാണ്. പൊതിച്ചോറ് പൊതിച്ചോറ് പൊതിച്ചോറ്. വെറും 40 രൂപ മാത്രം. വീട്ടിലെ ഊണാണ്. നല്ല സ്വാദിഷ്ടമായ ഊണ്. പൊതിച്ചോറ്. ചേട്ടാ പൊതിച്ചോറ് വേണോ? വീട്ടിലുണ്ടാക്കിയതാ. വെറും 40 രൂപയേ ഉള്ളൂ. ചേട്ടാ ഇത് വാങ്ങിക്കുക ചേട്ടാ. പൊതിച്ചോറ് പൊതിച്ചോറ്. ആ, എത്ര രൂപ? വെറും 40 രൂപ. ഓ 40 ആ രൂപ. അതെ. അത് കുറച്ച് അന്യായമല്ലേ? ഒരു 30 രൂപയ്ക്ക് ഇതാ. അയ്യോ ദേ അപ്പുറത്തൊരു സ്ത്രീയുണ്ട്. അവര് വിൽക്കുന്നതേ ഒരു പൊതിച്ചോറ് 60 രൂപയ്ക്കാ. ഇത് കുറവല്ലേ? ഇതുവരെ ഒന്നും വിറ്റില്ല. കൈനീട്ടുവാ. അന്യായാണ്. എന്നാലും ഇരിക്കട്ടെ. ഈശ്വര. ഇതെന്താ കാറിന് നടുവേദന വല്ലതുണ്ടോ? ഒച്ചിഴയുന്ന പോലെയാണല്ലോ ഡ്രൈവിംഗ്. കൃത്യസമയത്ത് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടില്ലെങ്കിലേ ആ സ്ത്രീ വെറുതെ മെക്കിട്ട് കയറും. അവർക്ക് മക്കളില്ലല്ലോ. അവരതിന്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർക്കുന്നത് പരിശോധനയ്ക്ക് ചെല്ലുന്ന പേഷ്യൻസിനോടാ. വർഷം കൊണ്ട് യാത്ര ചെയ്യുമ്പോ ഗട്ടറിലൊന്നും വീഴ്ത്താതെ കൊണ്ടുപോകണമെന്ന ഡോക്ടറുടെ നിർദ്ദേശം. ഏട്ടൻ എന്താ ആലോചിക്കുന്നേ? മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് നിനക്ക് സങ്കല്പങ്ങളൊന്നുമില്ലേ? കുഞ്ഞ് പറക്കുന്നതിന് മുമ്പ് അമിതമായ സങ്കല്പങ്ങളൊന്നും പാടില്ലെന്നാ അച്ഛമ്മ പറയുന്നേ. എന്നാലും ഉണ്ടാവുമല്ലോ ഏതൊരു പെണ്ണിനും അവൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ. ഏട്ടനൊരു സിനിമാ പാട്ട് കേട്ടിട്ടില്ലേ? ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കോതിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം. മാനത്തെ കൊട്ടാരം